ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം രാവിലെ 7 മണിയാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കാണ് ഞങ്ങളൊരു ട്രെയിൻ ട്രാവലിങ്ങിലാണ്. ഞങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ്റെ യാത്ര ഇന്നിവിടെ തുടങ്ങുകയാണ്. ഞങ്ങൾ രാവിലെ വെളുപ്പിന് 3 മണിക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറിയതാണ്. ഇപ്പോൾ 7 മണിയായപ്പോൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഷൊർണൂരാണ്. ഷൊർണൂർ ഏതോ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ കൂടി ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ യാത്ര ഡൽഹിക്കാണ്. ഡൽഹി, ആഗ്ര, മധുര ഇതെല്ലാം കണ്ട് ഞങ്ങൾ ക്രിസ്മസ് വെക്കേഷൻ അടിച്ച് പൊളിച്ച് തിരിച്ചു വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് സ്പോട്ടിൻ്റെ ഒരു പുതിയ വെക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ വീഡിയോ ഇടുന്നുണ്ടാകും. ഡൽഹിയിലെയും ആഗ്രയിലെയും മധുരയിലെയും എല്ലാം കാഴ്ചകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. സോ വൺസ് അഗെയിൻ വെൽക്കം ഓൾ. പ്രണവും പ്രയാഗയൊക്കെ നന്നായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. വെളുപ്പിനല്ലേ കയറിയത്, അതുകൊണ്ട് രാവിലെ തന്നെ എണീച്ച് ട്രെയിനിലുള്ള യാത്രകളൊക്കെ പുറത്തേക്ക് നോക്കി കാഴ്ചയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രയാഗയുടെ ഫസ്റ്റ് ട്രെയിൻ ജേർണിയാണ്. അതാണ് അവൾ പുറത്തേക്കൊക്കെ തലയിട്ട് നോക്കി എൻജോയ് ചെയ്യുന്നത്. കർണാടകയിൽ എവിടെയാണ് അവിടെ സൂര്യൻ അസ്തമിക്കുകയാണ്. സൂര്യാസ്തമയം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇപ്പോൾ 5:45 ഉള്ളൂ സമയം. ഇനി ഈ ട്രെയിനിൽ തന്നെ ഒരു ദിവസം കൂടി കഴിഞ്ഞു കൂടണം. അതാണ്, എന്നാലേ ഡൽഹിയിലെത്തുള്ളൂ. പ്രയാഗയ്ക്ക് ട്രെയിനിൽ 2 ചേച്ചിമാരെ കൂട്ടിയിട്ടിട്ടുണ്ട്. അവരുടെ കൂടെ ഭയങ്കര വീഡിയോ എടുക്കലാണ് കക്ഷി. ഞങ്ങളങ്ങനെ ഡൽഹിയിൽ എത്തിയിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ. കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഇന്ത്യ ഗേറ്റിലൊക്കെ പോയി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയലിൽ പോയി. അതേപോലെ നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരവും പഴയ പാർലമെൻറ്റ് മന്ദിരവും നമ്മൾ കണ്ടു. അതുപോലെ പ്രസിഡൻറ്റിൻ്റെ രാഷ്ട്രപതി ഭവൻ കണ്ടു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് ഇവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഡൽഹിയിലെത്തിയെന്ന് ചുറ്റിക്കറങ്ങാൻ ഞങ്ങളൊരു ഓട്ടോ ചേട്ടനെ കിട്ടി കേട്ടോ. ആ ഓട്ടോ ചേട്ടൻ ഒരു ദിവസം ഫുള്ള് നമ്മളെ ഒന്ന് ഡൽഹി എല്ലാം കറക്കി കാണിച്ചു. അങ്ങനെയാണ് നമ്മളെ അതുപോലെ പാർലമെൻറ്റ് മന്ദിരവും അതുപോലെ രാഷ്ട്രപതി ഭവനൊക്കെ കൊണ്ടുപോയത്. ഒരു ദിവസം കൊണ്ട് നമുക്ക് കാണാവുന്ന മാക്സിമം ഏരിയ നമുക്ക് കാണാൻ പറ്റും. സമയം കുറവുള്ളവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാം. ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് ജന്തർ മന്ദിറിലാണ് കേട്ടോ. ജന്തർ മന്ദിർ വളരെയധികം കാണാൻ നല്ല ഭംഗിയുള്ള ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ സമയമൊക്കെ സൂര്യൻ്റെ നിഴലനുസരിച്ച് സമയമൊക്കെ നിശ്ചയിക്കുന്ന വളരെ ശാസ്ത്രീയമായി പണിതിരിക്കുന്ന ഒരു കെട്ടിടമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാൻ. സൂര്യപ്രകാശം വന്ന് പതിക്കുന്നതിനനുസരിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മിതിയിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇങ്ങനെ മിനിറ്റ് സൂചിയൊക്കെ പോലെ നമുക്കിങ്ങനെ അഴിയഴി പോലെ കാണാൻ പറ്റും. അതുപോലെ ഈ ഓരോ പ്രത്യേക ആകൃതിയിലാണ് ഓരോ കെട്ടിടങ്ങളും ഓരോ ഈ ഒരു നിർമ്മിതികളും ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ടുള്ള ആൾക്കാർ എത്ര അറിവുള്ളവരാണെന്ന് നമുക്കിതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇവിടെ ചില ഏരിയയിലൊക്കെ കുറച്ച് പൊട്ടിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ചില പൊട്ടലൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഒരു ഇന്ത്യയുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെയുള്ള രാജ്യതലസ്ഥാനത്തുള്ള ഇത്രയും ഐക്കോണിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നന്നായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ക്ലീനാണ് കേട്ടോ. നന്നായിട്ടൊക്കെ തന്നെ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊന്ന് എല്ലാവരും പ്രയാഗ പണം പോലുന്ന ഈ ഒരു രൂപമാണ് നമ്മളിപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലും ജന്തർ മന്ദറിൽ കാണുന്നത്. ഈ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ പോലെ, ഇൻവേർട്ടഡ് ഹാർട്ട് ഷേപ്പോ ഇതിന് എന്താണ് പറയുക, ഈ ഒരു ഷേപ്പാണ് ശരിക്കും അതിൻ്റെ ഒരു ഐക്കോണിക് ഈ ഒരു ബിൽഡിങ്ങിന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത്. നമ്മളിവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. രാജ്ഘട്ട്
ഒരു മഹാത്മാവ് ഇവിടെ ഉറങ്ങി കിടക്കുന്നു. ഇപ്പോൾ ഞങ്ങളുള്ളത് മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ടിലാണ്. ഞങ്ങളിപ്പോൾ രാജ്ഘട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുക. സന്ധ്യയായി സമയം. ഹലോ. രാജ്മഹാഗാന്ധി അല്ല, മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ എന്താണ് രാജ്ഘട്ടില് അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. വെള്ളമില്ല. ആ വെള്ളം ഉള്ളപ്പോഴേ അവിടെ വരുള്ളൂ. വെള്ളമില്ല, ലൈറ്റേ ഉള്ളൂ. സൂപ്പർ ആയിട്ടുണ്ടെന്ന്. ഓ അതൊക്കെ നടന്നേ, സൂക്ഷിച്ച്. ആ അതിലൊന്നും പിടിക്കില്ല. പൂവൊന്നും പറിക്കാൻ പാടില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ചെറിയ വെള്ളപ്പൂ. വലിയൊരു ഫ്ലാഗ്. ഹലോ. ഫ്രണ്ടിലോട്ട് നടന്നോണ്ട് പോവാണ്. മഞ്ഞ അല്ല, ഫുള്ള് മഞ്ഞ. ആ ഫ്ലാഗ് ആ മഹാത്മാഗാന്ധിയുടെ ഓരോ തോട്ട്സ് ഉണ്ട് അല്ലേ? സിംപ്ലിസിറ്റി cannot be affected. It should be ingrained in one's nature. മഹാത്മാഗാന്ധിയുടെ ഒപ്പാണ്. മഹാത്മാഗാന്ധി ഹിന്ദിയിലും ഉണ്ട് ഒപ്പ്. എല്ലാ തോട്ട്സും ഇത് ഞങ്ങളിപ്പോൾ ഡൽഹി ട്രിപ്പിലാണ്. ഓരോ സ്ഥലങ്ങളായിട്ട് കാണുകയാണ്. ഇപ്പം രാജ്ഘട്ട്. അതെ, ഇവിടെ ഭയങ്കര തണുപ്പും മഞ്ഞൊക്കെ. വൈകുന്നേരമായി 6 മണിയാവുന്നു. നല്ല തണുപ്പാണ്. അപ്പോൾ ഇന്നത്തെ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.